സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ ചെക്ക് പോസ്റ്റുകളും ഒഴിവാക്കി പകരം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകളെ വിന്യസിക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര സംഘത്തിന്റെ ശുപാർശ. നിലവിൽ കേരളത്തിൽ 19 ചെക്ക് പോസ്റ്റുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവ വാഹന പരിശോധനയ്ക്ക് അപര്യാപ്തമാണെന്നും നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളെ പിന്തുടരാൻ ചെക്ക് പോസ്റ്റുകൾക്ക് സാധിക്കില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതിനു പകരമായി 12 പുതിയ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ രൂപീകരിക്കാനാണ് സമിതിയുടെ നിർദ്ദേശം. കൂടാതെ AI ക്യാമറകളുള്ള സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ ഫോൺ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തി പിഴ ഈടാക്കുന്നത് അവസാനിപ്പിക്കണം. RT ഓഫീസുകൾ താഴത്തെ നിലയിലേക്ക് മാറ്റണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്ന തസ്തികയുടെ പേര് മോട്ടോർ വെഹിക്കിൾ കമ്മീഷണർ എന്നാക്കി മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. വകുപ്പിൽ 211 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ ശുപാർശയുണ്ട്. ഇതിലൂടെ 10 കോടി രൂപയുടെ ബാധ്യത വരുമെങ്കിലും 198 തസ്തികകൾ നിർത്തലാക്കുന്നതിലൂടെ 6 കോടി 14 ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.